ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഓൺട്രപ്രണേഴ്സ് ആയാലും ഇപ്പോൾ ഇതിൽ നിൽക്കുന്ന ഇപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടപ്സ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിച്ച് ബിസിനസ് ഐഡിയ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ആൾക്കാരായിരിക്കും. ഒരുപാട് പേരുണ്ടാവും. ഒരുവിധ ഒട്ടുമിക്ക ആൾക്കാരുടെ മൈൻഡിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ മൈൻഡിൽ ഇപ്പോൾ ഇങ്ങനെ പല സിറ്റുവേഷനിലായിട്ട് തോന്നും ഇങ്ങനെ ബിസിനസ് ഐഡിയാസ് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാലോ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാലോ, പക്ഷേ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് അവർക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 24 വയസ്സിൽ അദ്ദേഹം ഒരുപാട് ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആളെന്നിട്ട് പറ്റി ഷിബിലിക്കും ഉണ്ടാവുമല്ലോ എക്സ്പീരിയൻസുകൾ അല്ലേ, അല്ലെങ്കിൽ താങ്കളെപ്പോലെയുള്ള പ്രായമുള്ള ആളുകൾ ഒരു ഓൺട്രപ്രണർഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് താങ്കൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ താങ്കൾ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഇതൊക്കെ ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങിയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അപ്പോൾ നമുക്കൊരു ഓൺട്രപ്രണർ എന്നുള്ള ലെവലിലോട്ട് എത്തുക എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ യങ് ആയിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞ പോലെ അവർ ഓൺട്രപ്രണേഴ്സ് ആവണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ട്, എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യണം എന്നൊരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാനും അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നിരുന്ന ഒരാളാണ്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലിലൂടെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷിബിലി ഒരു യങ് ആയിട്ടുള്ളൊരു ഓൺട്രപ്രണറാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് 21 വയസ്സാണ്. ഇപ്പോൾ 21 വയസ്സിൽ അദ്ദേഹം ഒരുപാട് ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആളെന്നിട്ട് പറ്റി ഷിബിലിക്കും ഉണ്ടാവുമല്ലോ എക്സ്പീരിയൻസുകൾ അല്ലേ, അല്ലെങ്കിൽ താങ്കളെപ്പോലെയുള്ള പ്രായമുള്ള ആളുകൾ ഒരു ഓൺട്രപ്രണർഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് താങ്കൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും അല്ലേ. കാരണം താങ്കൾ സക്സസ് ആയിട്ട് നിൽക്കുന്നൊരു മനുഷ്യനാണ് അതിൻ്റെ അത്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ താങ്കൾ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഇതൊക്കെ ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങിയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഷുവർ. അപ്പോൾ നമുക്കൊരു ഓൺട്രപ്രണർ എന്നുള്ള ലെവലിലോട്ട് എത്തുക എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ യങ് ആയിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞ പോലെ അവർ ഓൺട്രപ്രണേഴ്സ് ആവണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ട്, എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യണം എന്നൊരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാനും അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നിരുന്ന ഒരാളാണ്. നമ്മൾ പല മേഖലകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ പോലും പിന്നീട് എത്തി നിൽക്കുന്നത് പല മേഖലകളിലുമാണ്. ആ ഒരു സിറ്റുവേഷനാണ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിൽ നമ്മൾ പറയുന്നത്. കാരണം കാലത്തിനനുസരിച്ച് മാറുന്ന ബിസിനസ്സുകളെ പഠിച്ച് അതിലോട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക, ബിസിനസ്സസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 6ഓളം സ്റ്റാർട്ടപ്പുകൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ. ഏതൊക്കെയാണത്? ഇപ്പം നമുക്കൊരു IT ഫേം വരുന്നുണ്ട്, ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി വരുന്നുണ്ട്, ഒരു അസറ്റ് മാനേജ്മെന്റ് ഫേമാണ് നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതുപോലെ നമുക്കൊരു ഫൈനാൻസ് അക്കാദമി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു IT ഫീൽഡിൽ തന്നെ നമുക്കൊരു അക്കാദമി വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്കൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും. അപ്പോൾ നിലവിലുള്ള ബിസിനസ്സുകൾ. പിന്നെ ഇപ്പോൾ 2024 നമ്മൾ ഒരു ഏകദേശം 8ഓളം പ്രൊജക്റ്റുകൾ നമ്മളിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വരാനുള്ള പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് നമ്മളുടെ പ്ലാനിങ്. ഇവിടെയൊക്കെ താങ്കളുടെ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതികൾ എങ്ങനെയായിരുന്നു? അതെ, ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതും നമ്മളിതിൽ ഇൻവെസ്റ്റർ ആയിട്ട് നിന്നിട്ടുള്ള ഫേമുകളുണ്ട്, അതല്ലാതെ നമ്മൾ നേരിട്ട് റൺ ചെയ്യുന്ന നേരിട്ട് തന്നെ നമ്മൾ തന്നെ തുടങ്ങിയ ബിസിനസ്സുകളുമുണ്ട്. ഈ 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്. ഒന്ന്, നമ്മളുടെ അടുത്ത് നല്ല ഐഡിയാസുമായിട്ട് വരുന്ന, അതിന് വില്ലിംഗ് ആയിട്ടുള്ള, എഫേർട്ട് ഇടാൻ തയ്യാറായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം ഞാനും എന്നെയും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളതുപോലെ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ നല്ല ബിസിനസ് ഐഡിയാസും പൊട്ടൻഷ്യലും കാര്യങ്ങളും, അപ്പോൾ അവിടെ നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്ത് സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ചെയ്യാനല്ലോ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് സ്റ്റേറ്റ് ചെയ്യും. ഒരാൾ നമ്മളെ അടുത്ത് വന്നിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ അതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അവരുടെ ഐഡിയ ആണ്, അവരുടെ ബിസിനസ് ഐഡിയ ആണ്, അവർക്ക് അതിൽ 100% കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, അവർക്ക് അത് ഉണ്ടായിരിക്കും ചെയ്യും. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റ സിറ്റിങ്ങിൽ ഇരുന്ന് സംസാരിച്ച് ഓക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ ഒരു നമ്മുടെ സൈഡും കൂടി നമ്മൾ ആലോചിക്കണം അല്ലേ. നമ്മൾ പൈസ ഇറക്കി കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യത കാര്യങ്ങൾ എങ്ങനെയാണ്, അത് അവർക്കും നല്ല രീതിയിൽ പോകണം, നമുക്കും നല്ല രീതിയിൽ പോകണം. അവരും അതിലൊരു ഫെയിലിയർ ഫേസ് ചെയ്യാൻ പാടില്ല, നമ്മളും അതിലൊരു ഫെയിലിയർ ഫേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പല ബിസിനസ് ഐഡിയാസ് നമ്മളെടുത്ത് വരും. നമ്മളെടുത്ത് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യും, ഇങ്ങനെ ഐഡിയ ഉണ്ട്, അങ്ങനെ ഐഡിയ ഉണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ പലതും ഈ പറഞ്ഞ പോലെ നിലവിലുള്ള ബിസിനസ്സുകൾ തന്നെ അതുപോലെ തന്നെ കോപ്പി ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ യുണീക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകാം. നിങ്ങൾ ഈ ബിസിനസ് തന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ അതിൽ ഈ നിലവിൽ ബിസിനസ് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഫേമുകളുണ്ട്. അവരിൽ നിന്ന് യുണീക്കായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അവരിൽ നിന്ന് യുണീക്കായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ്സിൽ നിന്ന് നമ്മുടെ ബ്രാൻഡിനെ ചൂസ് ചെയ്യാൻ യുണീക്ക് എന്താണ് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുക. അപ്പോൾ ഒരു കസ്റ്റമർ സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആ ലെവലിൽ നമ്മൾ നിന്ന് ചിന്തിക്കുമ്പോൾ, ഒരു ഇൻവെസ്റ്റർ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളൊരു കസ്റ്റമർ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു ബ്രാൻഡിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇവർക്ക് ഈ ബിസിനസ്സിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കുക. അതവർക്ക് നമുക്ക് വില്ലിംഗ് ആയിട്ടുള്ള ഐഡിയാസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ പൊട്ടൻഷ്യലും അത് ടാർഗറ്റ് ഓഡിയൻസിൽ മാർക്കറ്റ് സൈസും കാര്യങ്ങളും നോക്കും. അതിൽ എത്രത്തോളം ഒരു ട്രാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യതയുണ്ട്, ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫണ്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന കേസിലോട്ട് വരും, അതായത് നമ്മൾ നേരിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ
ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഓൺട്രപ്രണേഴ്സ് ആയാലും ഇപ്പോൾ ഇതിൽ നിൽക്കുന്ന ഇപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടപ്സ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിച്ച് ബിസിനസ് ഐഡിയ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരിക്കും. ഒരുപാട് പേരുണ്ടാവും. ഒരുവിധ ഒട്ടുമിക്ക ആൾക്കാരുടെ മൈൻഡിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ മൈൻഡിൽ ഇപ്പോൾ ഇങ്ങനെ പല സിറ്റുവേഷനിലായിട്ട് തോന്നും ഇങ്ങനെ ബിസിനസ് ഐഡിയാസ് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാലോ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാലോ, പക്ഷേ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് അവർക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ബിസിനസ് ഐഡിയ ഒന്ന് ക്ലിയർലി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മളുടെ ബിസിനസ്, എന്താണ് നമ്മളുടെ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ സർവീസ്, ഇത് ഏത് തരം ഓഡിയൻസിനാണ് അല്ലെങ്കിൽ ഏത് തരം ആൾക്കാർക്കാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് പ്രീമിയം ടൈപ്പ് പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സിനായിരിക്കും വേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ അതല്ലാത്ത രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എവിടെയാണ്, ആ മാർക്കറ്റ് സൈസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. തീർച്ചയായിട്ടും. അങ്ങനെ ഇതിലോട്ട് നമ്മൾ പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം നമ്മൾ ഈ ഒരു ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാൻ, അതാണ് നമ്മൾ ഫസ്റ്റ് ബിസിനസ് ഐഡിയ ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നതിൽ ഈ കാര്യങ്ങളൊന്നും മാത്രം നമ്മൾ ഒന്ന് ഐഡിയ ഉണ്ടാക്കുക. മനസ്സിലായി. അങ്ങനെ ബിസിനസ് ഐഡിയ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ബിസിനസ് പ്ലാൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. എവിടെ നമ്മൾ തുടങ്ങണം, എവിടെ വരെ ഇതെത്തിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പഠിച്ച് അതിൻ്റെ ഒരു പ്രോപ്പർ നോട്ട് തന്നെ നമ്മൾ ഞാനിപ്പോൾ ഞാൻ പേഴ്സണലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിള്ളേരൊക്കെ നമ്മളെടുത്ത് പയ്യന്മാരൊക്കെ വന്നിട്ട് കോളേജിലൊക്കെ പഠിക്കുന്ന പയ്യന്മാർ ഇതുപോലെ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ആയിട്ട് വരുമ്പോൾ അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തും അവർ ആ ഒരു പ്രൊഡക്റ്റിനെ സർവീസിനെ. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ പ്രൊഡക്റ്റാണ്, നമ്മളുടെ സർവീസാണ്, നമ്മൾ വേണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ നമ്മളെടുത്ത ഒരാൾ സംസാരിക്കാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ നമുക്ക് നിർത്താതെ സംസാരിക്കാൻ പറ്റണം. അത്രയും നോളജ് നമ്മൾ ആ ഒരു സംഭവത്തിൽ ഉണ്ടാക്കിയിരിക്കണം. എന്നിട്ട് വേണം നമ്മളത് ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഡാറ്റ, ആ ഒരു നോളജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക, അതൊരു ബിസിനസ് പ്ലാനിൽ ആഡ് ഓൺ ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത ടാർഗറ്റ് ഓഡിയൻസും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കോമ്പറ്റീറ്റേഴ്സും മറ്റു മാർക്കറ്റിൽ ഇതേ രീതിയിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരിൽ നിന്ന് എന്താണ് നമ്മൾക്ക് യുണീക്ക് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആ ബിസിനസ് പ്ലാനിൽ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഫൈനാൻസിങ് കാര്യങ്ങൾ, ഒരു ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ നമ്മൾ ഉണ്ടാക്കണം. കാരണം ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യുന്നതല്ല അല്ലേ. ബിസിനസ് ചെയ്യുന്നത് നമുക്ക് അറ്റ് ദ എൻഡ് നമ്മൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അത് പ്രോഫിറ്റബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ ചിലപ്പോൾ 2 വർഷം 3 വർഷം എടുത്തിട്ടായിരിക്കും നമ്മളത് പ്രോഫിറ്റിലോട്ട് എത്തുക, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം കൊണ്ട് തന്നെ പ്രോഫിറ്റിലെത്തുന്ന ബിസിനസ്സുകൾ ഉണ്ടാവും, പല രീതിയിലായിരിക്കും. അപ്പോൾ അതും നമ്മളൊന്ന് സ്റ്റഡി ചെയ്യാം. നമുക്കിതിൽ എത്ര സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു മാർക്കറ്റ് സൈസിലോട്ട് നമ്മൾ പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും, എത്ര ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വേണ്ടി വരും. അത് അങ്ങനെ നമ്മൾ പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർലി ഒരു റവന്യൂ എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്നിത് ബ്രേക്ക് ഈവനിൽ എത്താൻ പറ്റും. ഈ രീതിയിൽ നമ്മളൊരു സ്റ്റഡി, നമ്മളെ ബിസിനസ് പ്ലാൻ എന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാന്നുള്ള ഒരു ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ആ ബിസിനസ് പ്ലാൻ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നീട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിലോട്ട് വരുമ്പോൾ നമുക്ക് പിന്നെയാണ് നെക്സ്റ്റ് ഫൈനാൻസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്, ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ എല്ലാവരുടെ കയ്യിലും അവരുടെ ഓൺ സേവിങ്സ് എമൗണ്ട് ഒന്നും ഉണ്ടാവണമെന്നില്ല അല്ലേ ഫൈനാൻസ് ചെയ്യാൻ. അപ്പോൾ ഫണ്ട് ചെയ്യാനും അവരുടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല എന്നുള്ള. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റൽസ് ഉണ്ട്, VCs കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്കൊരു പിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് അതിൽ ഫണ്ടിങ്ങും കാര്യങ്ങളും കിട്ടുക. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ സേവിങ്സ് ഉള്ള ആൾക്കാർ അത് ഉപയോഗിക്കും, അതല്ലാതെ പല ആൾക്കാർ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് പറ്റിയിട്ടും കാര്യങ്ങളും മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഇതിലുള്ള എൻ്റെ മാക്സിമം റിസ്ക് എന്താണ്. ഇപ്പോൾ ഞാനൊരു ഫേം സ്റ്റാർട്ട് ചെയ്യാണ്, ഞാനൊരു ഷോപ്പ്, ഒരു ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റാഫിനെയൊക്കെ വെച്ച്, അപ്പോൾ ആ രീതിയിൽ ഞാനത് ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ പോയില്ല എന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പം 10 ലക്ഷം രൂപ എനിക്ക് നഷ്ടമായിരിക്കും. ബാക്കി 5 ലക്ഷം രൂപ മേ ബി എനിക്ക് അത് റീസെൽ ചെയ്തിട്ടും ആ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും അതൊക്കെ റീസെൽ ചെയ്തിട്ടൊക്കെ എനിക്ക് ചിലപ്പം ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാറ്റി വെച്ചൊക്കെ ചിലപ്പോൾ ഫുള്ള് ചിലവാണെന്നില്ല, ആ രീതിയിൽ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ 15 ലക്ഷത്തിൽ 10 ലക്ഷം രൂപയും റിസ്ക്കാണ്. ആ ഒരു റിസ്ക് അഫോർഡബിൾ ആണോ, ആ ഒരു റിസ്ക് നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റും കൂടി നമ്മൾ അവിടെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ലോണിൽ അങ്ങനത്തെ സംഭവങ്ങളിലോട്ടൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു റിസ്കിനെ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫൈനാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന സംഭവമാണ് ക്രൗഡ് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ. ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു ബിസിനസ് പിച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റർ എക്കണോമി എന്ന് പറയുന്ന പോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ബിസിനസ്സസ് പിച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റിയിലോട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ എത്തിച്ചാൽ മതി. അപ്പോൾ അത് ആ കമ്മ്യൂണിറ്റി അവർക്കുള്ള ഒരു ഓഡിയൻസ് ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ നിന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റും സർവീസാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ്സ് അതിൽ ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു ലെവലിലാണ് അവർ എന്ത് ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ആ ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് പ്രോഫിറ്റബിൾ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഫണ്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. VCs കാര്യങ്ങൾ, അങ്ങനത്തെ ഗവൺമെൻറ് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്രോച്ചസ് നോക്കാൻ പറ്റും. ഇനി
അതല്ലെങ്കിൽ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, നല്ല പ്രൊജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അവിടെയും നമ്മൾ ആളുകളെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ സൂക്ഷിച്ചും സംസാരിച്ചും കാര്യങ്ങൾ ചെയ്യണം. കാരണം ബിസിനസ്സാണ്, ഈ പറഞ്ഞ പോലെ അതിനെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമല്ല ചെയ്യുന്നത്, പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനെന്നുള്ളതാണ്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഒരാൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഷബീലിൻ്റെ അടുത്ത് വന്നാൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമോ? അതെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ഐഡിയാസ് ആയിട്ട് വരുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അത്തരം ഐഡിയാസ് നമുക്ക് വേണം. അത്തരം ഐഡിയാസ് ഇപ്പോൾ ഞാൻ എപ്പോഴും നോക്കാറുള്ളത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള എന്തെങ്കിലും ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ്. അതെ, അത് നമുക്ക് എന്താണ് സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കുന്നത്, ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എന്താണ് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ അവർക്കൊരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്കൊരു യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ്, ബിസിനസ് ഐഡിയാസ്, കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഷിബിലി ഇതൊക്കെ പറയുമ്പോൾ ഷിബിലിയുടെ പ്രായം 21 വയസ്സാണ് കേട്ടോ. 21ാമത്തെ വയസ്സിൽ സാധാരണ ഒരു മോട്ടോർ ബൈക്കിലൊക്കെ ചെത്തി അടിച്ചിറക്കുന്ന പിള്ളേരെക്കാൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് താങ്കൾ ഇവിടം വരെ എത്തിയത്. എന്തായാലും താങ്കൾ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ എപ്പിസോഡിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.